ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കുൽഫിയുടെ റെസിപ്പി ആയിട്ടാണ്. ബ്രെഡ് കൊണ്ടുണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു കുൽഫിയാണിത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. എന്നിട്ട് ഞാൻ 3 സ്ലൈസ് ബ്രെഡ് അതിൻ്റെ സൈഡൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 2 കപ്പ് പാൽ, ഒരു 450 ml പാൽ വേണം. അത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ബ്രെഡ് ഇട്ട് കൊടുക്കാം, ഒന്ന് മുറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് പൊടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഏലക്കായ് പൊടിച്ചത് ഇട്ടിട്ട് ഒന്നും കൂടെ നന്നായിട്ട് അടിച്ചെടുക്കാം. ഇനി ഇത് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള 2 കപ്പ് പാലിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായി മിക്സ് ആയതിനു ശേഷം നമുക്കിത് അടുപ്പിൽ വെച്ചിട്ട് ഒന്ന് കുറുക്കിയെടുക്കാം. മധുരത്തിന് ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. എത്രത്തോളം മധുരം വേണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. തണുക്കുമ്പോൾ കുറച്ച് മധുരം കുറയും, അപ്പോൾ അതിനനുസരിച്ചിട്ട് മധുരം ചേർത്ത് കൊടുക്കണം. പിന്നെ ഇതിലേക്ക് 2 തുള്ളി വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏലക്കായുടെ ഫ്ലേവറാണ് ഇത് ഏറ്റവും മുന്നിട്ട് നിൽക്കുന്നത് കുൽഫിക്ക് എപ്പോഴും. പക്ഷെ ഒന്ന് കുറച്ചും കൂടെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടി ഞാൻ 2 ഡ്രോപ്സ് വാനില എസൻസ് ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാംഗോ എസൻസോ അല്ലെങ്കിൽ സ്ട്രോബെറിയുടെ എസൻസോ ഒക്കെ വേണമെങ്കിൽ ഒരു നല്ലൊരു ഫ്ലേവർ ഇട്ടാൻ വേണ്ടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ വാനില എസൻസ് മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇപ്പോൾ പാലിവിടെ തിളച്ച് വന്നിട്ടുണ്ട്. പാൽ തിളച്ച് കഴിഞ്ഞാൽ തീ കുറച്ച് കൊടുക്കുക. ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് ഒന്നുകൂടി ഒരു 5 മിനിറ്റ് കുറുകാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ചെറുതായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇതിന് നമുക്ക് തണിയാൻ വേണ്ടി മാറ്റി വെക്കാം. ആ സമയത്ത് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇതുപോലുള്ള മോഡലാണ് ഞാനിപ്പോൾ കുൽഫി ഉണ്ടാക്കുന്നത്. ഇത് ഞാനിപ്പോൾ തണിയാൻ വേണ്ടിയിട്ട് വെള്ളത്തിലൊക്കെ ഇറക്കി വെച്ചിട്ടുള്ളത്. നന്നായി തണുത്ത് കഴിയുമ്പോൾ ഒന്നും കൂടി ഇത് കുറുകി വന്നിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ ഈ മിക്സ്ചർ നമുക്കൊന്ന് മിക്സിയിലിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനങ്ങനെ ചെയ്യുന്നൊന്നുമില്ല. ഞാനിത് നേരിട്ട് തന്നെ ഈ മോഡലിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ സ്റ്റിക്ക് വെച്ചിട്ട് ഒന്ന് മൂടിക്കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഇതുപോലത്തെ മോൾഡ് ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു സ്റ്റീലിൻ്റെ ഗ്ലാസ്സിലോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ ചെറിയൊരു ബോട്ടിലോ നിങ്ങളുള്ള കുറച്ച് ചെറിയ ബോട്ടിലെങ്ങാനും ഈ മിക്സ്ചർ ഒഴിച്ചു കൊടുത്തിട്ട് അതിനുള്ളിൽ ഒരു ഈർക്കിലോ അല്ലെങ്കിൽ വല്ല സ്റ്റിക്കോ സ്ക്യൂറോ അങ്ങനെ എന്തെങ്കിലും കുത്തി കൊടുത്താലും മതി. ഞാനിപ്പോൾ ഇത് എല്ലാത്തിലും കംപ്ലീറ്റായിട്ട് ഫിൽ ചെയ്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ഓരോന്നിലും അതിൻ്റെ സ്റ്റിക്ക് കൊണ്ടിട്ട് ഒന്ന് മൂടി വെച്ചെടുക്കാം.
ഇതെന്തായാലും ഒരു 6 മുതൽ 8 മണിക്കൂർ എന്തായാലും ഫ്രീസറിൽ വെക്കണം. എന്നാൽ മാത്രമേ നന്നായിട്ട് സെറ്റ് ആവുള്ളൂ. ഓവർനൈറ്റ് വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ഞാനിതിവിടെ നന്നായിട്ട് ഫ്രീസ് ചെയ്തതിന് ശേഷം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഡീമോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് ഇളം ചൂടുള്ള വെള്ളം എടുത്തിട്ട് 1 മിനിറ്റ് ഇതൊന്ന് ഇറക്കി വെച്ച് കൊടുക്കാം. അപ്പോൾ അതൊക്കെ നമുക്കിതൊന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബ്രെഡ് കുൽഫിയുടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റ് ആയിട്ടുള്ളൊരു കുൽഫിയാണിത്. അപ്പോൾ ഈ ചൂടുകാലത്തൊക്കെ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു കുൽഫിയാണിത്. ഷോപ്പിൽ നിന്നൊന്നും വാങ്ങേണ്ട ഒരു ആവശ്യമില്ല. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എന്തായാലും എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.